ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കുറേ കമൻറ്റ്സ് വരുന്നുണ്ട്, ബ്രോ ബെസ്റ്റ് ഫോൺ ഏതാണ് 20,000 രൂപയ്ക്ക്, അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാവോ എന്നുള്ളത്. അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് ഒരുപാട് ഫോൺസ് പുതുതായിട്ടും വന്നിട്ടുണ്ട്. ചില ഫോൺസിൻ്റെ പ്രൈസ് 20,000 രൂപയ്ക്കായിട്ട് കുറഞ്ഞിട്ടുമുണ്ട്. അപ്പം അത്യാവശ്യം ഒരുപാട് മാറ്റങ്ങൾ ആ 20,000 രൂപ റേഞ്ചിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബെസ്റ്റ് ആയിട്ടുള്ള 4 ഫോൺസ് ആട്ടോ ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ആ റേഞ്ചിൽ ഫോൺസൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്നതായിരിക്കും. 100% ഞാൻ ആ കാര്യത്തിൽ ഉറപ്പ് തരാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ 10K സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെയാണുള്ളത്. ഫസ്റ്റത്തെ ഒരു മോഡൽ ഇപ്പോൾ റീസെൻ്റായിട്ട് ഇറങ്ങിയ റിയൽമിയുടെ P3 എന്ന മോഡലാണ്. ഇതിൻ്റെ ഡിസൈൻ പ്ലാസ്റ്റിക് ആണെങ്കിൽ പോലും കാണാനൊക്കെ നല്ല രസമൊക്കെയുള്ള ഡിസൈനാണ്. IP69 റേറ്റിംഗ് അടക്കം കൊടുത്തിട്ടുണ്ട്. പിന്നെ രാത്രിയൊക്കെ പിടിക്കുമ്പോൾ മറ്റേ ചന്ദ്രന ഏതോ സംഭവമൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഒരു വെറൈറ്റി ഡിസൈനൊക്കെ റിയൽമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റിയൽമി മാത്രമാണ് അങ്ങനെയുള്ള ചാത്തൻ ഡിസൈനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഡിസ്പ്ലേ ആണെങ്കിൽ 6.67 ഇഞ്ച് വരുന്ന ഫുൾ HD ആയിട്ടുള്ള AMOLED 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. നല്ല ഡിസ്പ്ലേ തന്നെ കൊടുത്തിട്ടുണ്ട്. ക്യാമറ ആണെങ്കിൽ 50 MBയുടെ പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. 2 MB ഡെപ്ത് സെൻസറും റിയറിൽ വരുന്നുണ്ട്. 16 MB ആണ് സെൽഫി ക്യാമറ വരുന്നത്. റിയർ ക്യാമറ 4K 13 എപ്പിസോഡ് വീഡിയോസും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനി പെർഫോമൻസ് സൈഡ് ആണെങ്കിൽ കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 6 Gen 4 എന്ന ചിപ്സെറ്റാണ് വരുന്നത്. അറൗണ്ട് ഒരു 7,50,000 ഒക്കെ തന്നെ ആൻറ്റി സ്കോർ അടക്കം ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. ഈ റേഞ്ചിലെ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഈ ഒരു ഫോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ 2+3 ഇയേഴ്സിൻ്റെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് അടക്കം റിയൽമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 6000 mAh ബാറ്ററി, 45 വാട്ട് ഫാസ്റ്റ് ചാർജറും ബോക്സിനകത്ത് ഇൻക്ലൂഡും ചെയ്യുന്നുണ്ട്. ഇനി പ്രൈസ് ആൻഡ് വേരിയൻ്റ് ആണെങ്കിൽ 6GB 128GB ആണ് ബേസ് മോഡൽ. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് 16,999 വരുന്നത്. ഒരു ഹയർ വേരിയൻ്റ് കൂടെ വരുന്നുണ്ട്. അതാണെങ്കിൽ 8GB 256GB ആണ്. അതിൻ്റെ പ്രൈസ് 19,999 വരുന്നത്. നിങ്ങൾക്ക് 20,000 രൂപ റേഞ്ചിൽ തന്നെ നിങ്ങൾക്ക് 8GB 256GB അടക്കം കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ തന്നെ 6GB 128GB എടുത്താലും മതി. അത്യാവശ്യം നല്ലൊരു പ്രൈസ് പോയിൻ്റാണ് കിട്ടുന്നത്. നല്ലൊരു ഗെയിമിംഗ് ഓറിയൻ്റ് ആയിട്ടുള്ള ഫോണാണ് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ. ഇനി അടുത്തൊരു മോഡൽ എന്ന് പറയുന്നത് വേറെ ഏതുമല്ല, മോട്ടറോളയുടെ എഡ്ജ് 50 നിയോ എന്ന മോഡലാണ്. ഇത് 20,000 രൂപക്ക് മുകളിലുണ്ടായ മോഡലാണ്. ഇപ്പം പ്രൈസ് കുറഞ്ഞിട്ടാണുള്ളത്. ഇതിൻ്റെ ഡിസൈൻ വൈസ് ഒക്കെ പറയുകയാണെങ്കിൽ ലേറ്റസ്റ്റ് ഇനിയിപ്പോൾ വരാൻ വേണ്ടി പോകുന്ന എഡ്ജ് 50 ഫ്യൂഷൻ്റെ ആ ഒരു എക്സാക്ട് ഡിസൈൻ തന്നെയാണ് ഇതിന് വരുന്നത്. വീഗൽ ലെതറായിട്ടാണ് വരുന്നത്. IP68 റേറ്റിംഗ് അടക്കം കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.4 ഇഞ്ച് വരുന്ന 1.5K റെസൊല്യൂഷനുള്ളൊരു OLED ആയിട്ടുള്ള 120 ഹെർട്സിൻ്റെ ഒരു ഫ്ലാറ്റ് ആയിട്ട് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോൺ വരുന്നത്. ഇനി ക്യാമറ ആണെങ്കിൽ തന്നെ 50 MBയുടെ പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. 13 MBയുടെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ വരുന്നുണ്ട്. 10 MBയുടെ 3Xന്റെ ടെലിഫോട്ടോ അടക്കം ഈ ഒരു പ്രൈസ് പോയിന്റ് കിട്ടുന്നുണ്ട്. 32 MBയുടെ ആണ് സെൽഫി ക്യാമറ. ഫ്രണ്ടിലും റിയറിലും 4K 13 എപ്പിസോഡിലെ വീഡിയോസും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ റേഞ്ചിലെ ബെസ്റ്റ് ക്യാമറ ഇതിന് കിട്ടുന്നുണ്ട്. ഇനി പെർഫോമൻസ് ആണെങ്കിൽ MediaTekൻ്റെ Dimensity 7300 അൾട്ര എന്ന ചിപ്സെറ്റാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. അറൗണ്ട് ഒരു 6,60,000 ഒക്കെ തന്നെ ആൻഡ് സ്കോർ അടക്കം ഈ ഒരു ഫോൺ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പെർഫോമൻസ് ആയിട്ട് ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. ഇനി 5+5 ഇയേഴ്സിൻ്റെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും മോട്ടറോള ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ബാറ്ററി ആണെങ്കിൽ തന്നെ 4,310 mAh ബാറ്ററിയും 68 വാട്ടിൻ്റെ വയർഡ് ചാർജിങ്ങും 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് അടക്കം കൊടുക്കുന്നുണ്ട്. സോ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ കാണുന്ന എല്ലാ തരത്തിലുള്ള ഫീച്ചേഴ്സും ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് ആൻഡ് വേരിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ 8GB 256GB ആണ് ബേസ് മോഡൽ. ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് 20,999 ആയിട്ടാണ് വരുന്നത്. 21,000 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് 256GB സ്റ്റോറേജ് കിട്ടുന്നുണ്ട്. 3Xന്റെ ടെലിഫോട്ടോ വരുന്നുണ്ട്. IP69 റേറ്റിംഗ് വരുന്നുണ്ട്. വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. 20,000 രൂപയ്ക്ക് ഒരു ഓൾറൗണ്ടർ എന്നൊരു ഫോൺ രീതി നോക്കിക്കഴിഞ്ഞാൽ എഡ്ജ് 50 നിയോ ഒരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. ഇനി അടുത്ത മൂന്നാമത്തെ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ iQOOയുടെ Z9S എന്ന മോഡലാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡായിട്ടാണ് വരുന്നത്. 6.67 ഇഞ്ച് വരുന്ന ഫുൾ HD ആയിട്ടുള്ള AMOLED ആയിട്ടുള്ള 120 ഹെർട്സ് വരുന്ന കർവ്ഡ് ആയിട്ട് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോൺ വരുന്നത്. നല്ലൊരു ഡീസൻറ്റ് ഡിസ്പ്ലേ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി ക്യാമറ ആണെങ്കിൽ 50 MBയുടെ പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. 2 MBയുടെ ആണ് ഡെപ്ത് സെൻസർ ആയിട്ട് വരുന്നത്. 16 MBയുടെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. റിയർ ക്യാമറയിൽ 4K 13 എപ്പിസോഡിലെ വീഡിയോസും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനി പെർഫോമൻസ് ആണെങ്കിൽ MediaTekൻ്റെ Dimensity 7300 എന്ന ചിപ്സെറ്റ് വരുന്നുണ്ട്. അറൗണ്ട് ഒരു 7 lakh ഒക്കെ തന്നെ ആൻഡ് സ്കോർ അടക്കം ഈ ഒരു ഫോണിനും കൊടുത്തിട്ടുണ്ട്. ഇനി അപ്ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2+3 ഇയേഴ്സിൻ്റെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും iQ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാറ്ററി ആണെങ്കിൽ 5,500 mAh ബാറ്ററിയും 44 വാട്ട് ഫാസ്റ്റ് ചാർജറും ബോക്സിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ആൻഡ് വേരിയൻ്റ് ആണെങ്കിൽ 8GB 128GB ആണ് ബേസ് മോഡൽ. ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് 19,999 ആയിട്ടാണ് വരുന്നത്. 20,000 രൂപ അണ്ടറിൽ iQOOയുടെ ഒരു ബെസ്റ്റ് പെർഫോമൻസും എല്ലാം ഒരു ഓൾറൗണ്ടർ ആയിട്ടുള്ള മോഡൽ തന്നെയാണ്.
വലിയ കുഴപ്പമൊന്നും പറയാനില്ല. ബെസ്റ്റ് പെർഫോമൻസ് ഇതിന് എന്തായാലും കിട്ടുന്നുണ്ട്. ഇപ്പോൾ റിയൽമിയുടെ പീത്ത് ഇറങ്ങിയതിന് ശേഷമാണ് ഇത് കുറച്ചും കൂടി ഡൗൺ ആയത്. അതിന് മുമ്പേ ബെസ്റ്റ് പെർഫോമൻസ് തരുന്ന മോഡൽ IQ-C9s ആയിരുന്നു. ഇനി ഏറ്റവും ലാസ്റ്റ് നാലാമത്തെ ഒരു മോഡൽ എന്ന് പറയുന്നത് പോക്കോയുടെ X7. ഇതും 20,000 രൂപയ്ക്ക് മുകളിലായതുകൊണ്ട് അത് ഇപ്പോഴാണ് 20,000 രൂപയ്ക്ക് താഴെ ഈ ഒരു ഫോൺ കിട്ടാൻ തുടങ്ങിയത്. ഇതിൻ്റെ ഡിസൈൻ ആണെങ്കിൽ തന്നെ പ്ലാസ്റ്റിക്കും വീക്ക് ലെതറായിട്ടും കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. IP69 റേറ്റിംഗ് അടക്കം ഈ ഒരു ഫോണിൽ കിട്ടുന്നുമുണ്ട്. ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.67 ഇഞ്ച് വരുന്ന 1.5K റെസൊല്യൂഷനുള്ളൊരു അമോലഡ് ആയിട്ടുള്ള 120 ഹെർട്സിൻ്റെ കർവ് ഡിസ്പ്ലേ വരുന്നുണ്ട്. കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ൻ്റെ പ്രൊട്ടക്ഷൻ അടക്കം ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. സോ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണിൽ കാണുന്ന രീതിയിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഡിസ്പ്ലേയുടെ ഭാഗത്ത് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. ഇനി ക്യാമറ ആണെങ്കിൽ തന്നെ 50 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്, 8 MB അൾട്രാ വൈഡ് ക്യാമറ വരുന്നുണ്ട്, 2 MB മാക്രോ ക്യാമറ റിയറിൽ വരുന്നുണ്ട്, 20 MB ആണ് സെൽഫി ക്യാമറ ആയിട്ട് വരുന്നത്. റിയർ ക്യാമറ 4K 13 FPS വീഡിയോസും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനി പെർഫോമൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ MediaTekന്റെ Dimensity 7300 അൾട്രാ എന്ന ചിപ്സെറ്റാണ് ഈ ഒരു ഫോൺ കൊടുത്തിട്ടുള്ളത്. 7 lakh ആൻഡ്രോയിഡ് സ്കോർ അടക്കം ഈ ഒരു ഫോൺ കിട്ടുന്നുണ്ട്. 3+4 ഇയേഴ്സിൻ്റെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും ഇവിടെ പോക്കോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബാറ്ററി ആണെങ്കിൽ തന്നെ 5500 mAh ബാറ്ററിയും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ബോക്സിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ആൻഡ് വേരിയൻ്റ് ആണെങ്കിൽ 8GB 128GB ആണ് ബേസ് മോഡൽ. ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് 18,999 ആയിട്ടാണ് കിട്ടുന്നത്. 19,000 രൂപ മാത്രമേ വരുന്നുള്ളൂ. എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. ഓവറോൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ 4 ഫോൺസാണ് ഇപ്പോൾ അതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ എന്ന് പറഞ്ഞത്. ഒരു ഓൾറൗണ്ടർ ഫോണായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മോട്ടറോള എഡ്ജ് 50 Neo ആണ് ഒരു ബെസ്റ്റായുള്ളൊരു ഓപ്ഷൻ. ഇനി ബെസ്റ്റ് പെർഫോമൻസ് നോക്കുന്ന എല്ലാത്തിനും നല്ല ബെസ്റ്റ് പെർഫോമൻസ് കിട്ടുന്ന ഫോൺസാണ്. പക്ഷേ പ്രൈസ് റേഞ്ച് നോക്കുന്ന സമയത്ത് 17,000 രൂപക്ക് നമ്മുടെ റിയൽമിയുടെ P3 ആണ് കുറച്ചും കൂടെ നല്ലതായിട്ടുള്ളത്. കാരണം പ്രൈസും കുറവാണ്, നല്ല പെർഫോമൻസും അതിൽ കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള 2 ഫോൺസും ബെസ്റ്റ്, നല്ല പെർഫോമൻസും എല്ലാം ബാക്കിയുള്ള 2 പോക്കോ X7 ആണെങ്കിലും IQ-C9s ആണെങ്കിലും ബെസ്റ്റാണ്. നിങ്ങൾക്ക് പറ്റിയ ഫോൺ ഏതാണ് നിങ്ങൾ തന്നെ റിവ്യൂസൊക്കെ നോക്കിയിട്ട് പ്രോപ്പറായിട്ട് എല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ ബെസ്റ്റായിട്ട് തോന്നിയത് അത് പോയിട്ട് എടുത്തോളും. ഇതിലേതെടുത്താലും കുഴപ്പമൊന്നുമില്ല, എല്ലാം നല്ല ഫോൺസാണ്. ബെറ്റർ ആയിട്ടുള്ളത് മോട്ടോ എഡ്ജ് 50 Neo ആണെന്നേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും ആ ഒരു ഫോൺ കിട്ടുന്നത്, ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള എല്ലാ ഫീച്ചേഴ്സും. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫ്രം അഭിനവ് സൈനിങ് ഓഫ്. ബൈ.